ഒരു ദിവസം ഒരു മകൻ അവൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എൻ്റെ ജീവിതത്തിൻ്റെ വില എത്രയാണ്? അച്ഛൻ അവന് 2 കല്ലുകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വില അറിയണമെങ്കിൽ ഈ 2 കല്ലുകളുമായി മാർക്കറ്റിലേക്ക് പോകുക. ഇതിൻ്റെ വില ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒന്നും മിണ്ടരുത്, പകരം 2 വിരൽ മാത്രം പൊക്കി കാണിക്കുക. മകൻ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യാനായി മാർക്കറ്റിൽ ആ 2 കല്ലുകളുമായി പോയി. അവൻ ചുറ്റുമുള്ളതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നടക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എത്രയാണ് ഈ കല്ലിൻ്റെ വില? അവൻ ഒന്നും മിണ്ടാതെ 2 വിരൽ മാത്രം ഉയർത്തി കാണിച്ചു. $2? ഞാനത് എടുക്കാം, വയസ്സായ സ്ത്രീ പറഞ്ഞു. കുട്ടി അത് കേട്ട് അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അച്ഛാ, മാർക്കറ്റിൽ ഒരു വയസ്സായ സ്ത്രീ ഈ കല്ലുകൾക്ക് പകരം എനിക്ക് $2 തരാമെന്ന് പറഞ്ഞു. മോനെ, അടുത്തായി നീ പോകേണ്ടത് മ്യൂസിയത്തിലാണ്. അവിടെയും പൈസ എത്രയെന്ന് ചോദിച്ചാൽ പറയരുത്, പകരം 2 വിരൽ മാത്രം കാണിക്കുക. അങ്ങനെ ആ മകൻ ആ 2 കല്ലുകളും എടുത്തുകൊണ്ട് മ്യൂസിയത്തിലേക്ക് ചെന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കോട്ട് ധരിച്ച മാന്യനായ ഒരാൾ വന്ന് അവനോട് ചോദിച്ചു, ഈ സ്റ്റോണിന് എത്ര രൂപയാണ്? അവൻ ഒന്നും മിണ്ടാതെ 2 വിരൽ മാത്രം പൊക്കി കാണിച്ചു. $200? അത് ഞാൻ എടുക്കാം. അവൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടിച്ചെന്നു. അച്ഛാ, മ്യൂസിയത്തിലുള്ള ഒരാൾ എനിക്ക് ഈ കല്ലുകൾക്ക് $200 തരാമെന്ന് പറഞ്ഞു. അത് ശരി മോനെ, ഇനി അവസാനമായി നീ ഈ കല്ലുകളുമായി പോകേണ്ടത് ഒരു ഡയമണ്ട് വിൽക്കുന്ന കടയിലാണ്. അവിടെയും ചെന്ന് കല്ലുകൾ കാണിക്കുക. ആര് ചോദിച്ചാലും 2 വിരലുകൾ മാത്രമേ കാണിക്കാവൂ, അല്ലാതെ ഒന്നും പറയരുത്. അവിടെ കൂടി പോയി വരാൻ മകനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മകൻ കല്ലുമായി ഡയമണ്ട് വിൽക്കുന്ന കട നോക്കി ഓടി. കട കണ്ടുപിടിച്ചു. അതിനകത്തേക്ക് കല്ലുമായി അവൻ നടന്നു കയറി. അവിടെ കൗണ്ടറിലിരുന്ന വയസ്സായ മനുഷ്യനെ ഈ കല്ലുകൾ കാണിച്ചു. ആ മനുഷ്യൻ ഇരിപ്പിടത്തിൽ നിന്ന് സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന 2 കല്ലുകളാണ് നിൻ്റെ കയ്യിലുള്ളത്. നിനക്ക് എത്ര വേണം? എത്ര രൂപയാണ്? പറയൂ, അതെനിക്ക് തരണം. അവൻ ഒന്നും പറയാതെ 2 വിരൽ മാത്രം കാണിച്ചു. $2 ലക്ഷം ആ വിലയ്ക്ക് തന്നെ ഞാൻ എടുക്കാം. അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ സന്തോഷം കൊണ്ട് ഓടിച്ചാടി അവൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛാ, ഡയമണ്ട് കടയിലെ ആൾ ഈ കല്ലുകൾക്ക് പകരമായി എനിക്ക് $2 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അച്ഛൻ ചിരിച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, മോനെ, ഇപ്പോൾ മനസ്സിലായോ ജീവിതത്തിൻ്റെ വില എന്തെന്ന്? നീ നിന്നെ എവിടെ സ്ഥാപിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നിൻ്റെ ജീവിതത്തിലെ വില. നിനക്ക് തീരുമാനിക്കാം $2 വില വേണോ, $2 ലക്ഷം വില വേണോ എന്ന്. മോനെ, നീ എവിടെ ഇരിക്കണമെന്നത് നിന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വില. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. അവർക്ക് നിങ്ങളാണ് എല്ലാം. നിങ്ങളുള്ള നന്മ വളരെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നവരാണവർ. അവരുടെ നല്ല വാക്കുകളാണ് നിങ്ങളെ പ്രചോദിപ്പിച്ച് മുന്നോട്ട് നയിക്കുക. എന്നാൽ മറ്റു ചിലർ നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വെറും കല്ലുകളെപ്പോലെ ഒരു വസ്തുവായി മാത്രം കണക്കാക്കും. അവർക്ക് നിങ്ങളിൽ വിലപ്പെട്ട യാതൊന്നും തന്നെ കാണാൻ കഴിയില്ല. അവർക്ക് നിങ്ങളുടെ വില ഒരിക്കലും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്നതിലെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി അത് പൊലിപ്പിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് എതിരാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ശരിക്കും സ്വന്തം ജീവിതത്തിൽ, അത് കുടുംബപരമായാലും സാമൂഹികമായാലും തികഞ്ഞ പരാജിതർ ആയിരിക്കും ഇക്കൂട്ടർ. സ്വന്തം പരാജയത്തിൽ നിന്നും മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ഇതുവഴി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിൽ അത്തരക്കാരെ പരമാവധി ഒഴിവാക്കി നിങ്ങളെ വിലവെക്കുന്ന, നിങ്ങളുടെ വില ശരിയായി കാണാൻ കഴിയുന്ന ആളുകളുമായുള്ള സഹവർത്തിത്വത്തെ സ്വാഗതം ചെയ്യുക. കൂടുതൽ ക്രിയാത്മകമായി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിനു കൂടി വേണ്ടി പ്രവർത്തിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അത് മാത്രമേ നിങ്ങളിൽ നല്ല സന്തോഷവും ഊർജവും നിറയ്ക്കുകയുള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.